സത്യം പറഞ്ഞാൽ ബാക്കി വരുന്ന മെറ്റീരിയൽ കൊണ്ട് അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഡ്രസ്സ് അടിച്ചു കൊടുക്കുക എന്ന് ഞാൻ തീരുമാനിച്ചെങ്കിലും അത് അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറി ആകുമ്പോഴേക്ക് നടക്കുക എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു കേട്ടോ. വേറെ നല്ല ഷോപ്പിലെ വർക്കും എന്റെ വർക്കും ഒക്കെ ഇതിനിടയ്ക്ക് നടക്കണ്ടേ. അതുകൊണ്ട് തന്നെ എങ്ങാനും നടന്നില്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഞാൻ അപ്പോഴേ കണ്ടുവച്ചിരുന്നു. വേറെ നല്ല ഞങ്ങളുടെ ഷോപ്പിൽ എന്റെ ഒരു ഫ്രണ്ട് ഇറക്കി തന്ന കുറെ ഫ്രോക്കുകൾ സെയിൽ ആവാതെ ബാക്കി കിടക്കണ്ടായിരുന്നു. അപ്പൊ എങ്ങാനും എന്റെ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കുകൾ അന്നത്തേക്ക് ആയിട്ടില്ലെങ്കിൽ അവനോടും കൂടി ചോദിച്ചിട്ട് ആ ഒരു ഫ്രോക്കുകൾ മൊത്തം ഞാനത് കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അങ്ങനെ എന്തായാലും അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറി ആയപ്പോഴത്തേക്ക് ബാക്കി വന്ന മെറ്റീരിയലുകൾ ഒരു 5 ഫ്രോക്കുകളും പിന്നെ ഞങ്ങളുടെ ഷോപ്പിലെ ചേച്ചി കൊണ്ട് തന്ന സാരി ഒരു 3 പട്ടുപാവാടകൾ എനിക്ക് അടിച്ചുണ്ടാക്കാൻ പറ്റിയേ. ബാക്കി ഞാൻ എന്റെ ബാക്ക് പ്ലാനിൽ കൊടുക്കാന്ന് വിചാരിച്ച് വെച്ചിരുന്ന ആ ഒരു ഫ്രോക്കുകളും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് പുതിയ ഡ്രസ്സുകൾ തന്നെ ആ കുട്ടികൾക്ക് 2 ബോക്സോളം കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനിങ്ങനെ ഓരോരോ ഡ്രസ്സ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കണോണ്ട് തന്നെ എന്റെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതും പിന്നെ ഞങ്ങളുടെ ഷോപ്പിലുണ്ടായിരുന്ന ചേച്ചി ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി എനിക്ക് ആൺകുട്ടികളാണ്, അവർക്ക് വാങ്ങിച്ചിട്ട് പാകാവാത്ത അവർ യൂസ് ചെയ്യാത്ത ഒരുപാട് ജീൻസിന്റെ പാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇതിൽ ബോയ്സും കൂടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ ഞാൻ ബോയ്സിന്റെ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ബോയ്സിനും കൂടെ കുറച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ 3 എണ്ണം ആക്കിയിട്ടാട്ടോ ഞങ്ങൾ പാക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇത് എനിക്ക് അന്ന് കൊണ്ടുകൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ അവരത് ഇവിടെ ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യാട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ ഇത് അവിടെ എത്തിയിട്ട് അവർ വിളിച്ചപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ബാക്കി മെറ്റീരിയൽസ് ഇനി ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് ഇതേപോലെ തന്നെ ഇനിയും ഫ്രോക്കുകൾ അടിച്ചിട്ട് അവർക്ക് കൊടുക്കാന്നാണ്.